ചാമ്പൻ വള്ളത്തിന് ചീമ്പൻ കഴുക്കോല്, ഈനാമ്പേച്ചിക്ക് മറ്റേതോ ജീവി കൂട്ട് എന്നൊക്കെ നാടൻ ശൈലിയിൽ പറയും പോലെ മുഖ്യമന്ത്രിക്ക് കൂട്ട് വൈദ്യുതി മന്ത്രി എന്നും പറയാം. അതെന്തായാലും ഒടുവിൽ മണിയുടെ നാടൻ ശൈലിയെ ബിഷപ്പ് പിണറായി വിജയൻ സ്വന്തം നാടൻ ശൈലി കൊണ്ട് നേരിടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. യഥാർത്ഥത്തിൽ വിശാലഹൃദയനായ പിണറായി മണി തെറ്റു ചെയ്തിട്ടില്ലെന്ന് തിരിച്ചറിയുന്നതിനു മുമ്പ് ഇക്കാര്യം വിശദമായി തന്നെ അന്വേഷിച്ചു. താൻ ഏത് നാട്ടിലാ ജീവിച്ചത്? ഞാൻ സാർ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ്. അവർക്കിടയിലാണ് പ്രവർത്തിച്ചത്. കുറെ കാലം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഈ പ്രസ്ഥാനത്തെപ്പറ്റി താൻ എന്താ ധരിച്ചത്? ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ ഉണ്ട്. നാടിലെ പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ് പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല. കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. അത് ആ നാടിന്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. എന്തർത്ഥം കൊണ്ടോ എഴുന്നള്ളിക്കാമെന്നാണോ? മനസ്സിന്റെ ഭാഷ എന്നൊന്നുണ്ട്. അതാണ് ഞങ്ങൾ സംസാരിക്കാറ്. എന്തടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വാചകം പറഞ്ഞു? പ്രവർത്തകന്മാരുടെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാനാവില്ല. സാധാരണക്കാരുടെ ഭാഷയെ നാവിൽ വരും. ആ പാവപ്പെട്ട സാധാരണക്കാര് കൂടി ഉള്ളതാണ് സാർ ഈ കേരളം. കുലംകുത്തികൾക്ക് ഒരു ഘട്ടത്തിലും മാപ്പില്ല. പലരും ആക്ഷേപിക്കുന്നത് കേട്ടാൽ തോന്നുക ഞാൻ സ്ത്രീകളില്ലാത്ത നാട്ടിൽ നിന്നും വന്നതാണെന്നാണ്. എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്ത്രീകളുണ്ട്. പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക. ആദരവോടെ അവരോട് പെരുമാറുള്ളൂ എന്നത് അവർക്കെല്ലാം ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് എന്റെ ശക്തി. സാധാരണ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുക എന്ന് പറയാറില്ല. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നവരെ അവരെ വിശേഷിപ്പിക്കാൻ പദം പ്രയോഗിക്കുമ്പോൾ ചെറ്റ എന്നാണ് പറയുക. അന്നേരം ഇപ്പൊ ഞാൻ വേറൊന്നും പറയുന്നില്ല.